എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യും. ഇവിടെ ഓഫീസ് എക്സ്പെൻസസും സെല്ലിങ് എക്സ്പെൻസസാണ് ഉള്ളത്. ഓരോന്നിൻ്റെയും ഓഫീസ് എക്സ്പെൻസസ് 30 ആണ് 2020. 2021 36 ആണ്. രൂപയാണ് കൂടിയത്. അപ്പോൾ +6. പിന്നെ എത്ര ശതമാനമാണ് ഇൻക്രീസ് ചെയ്തതെന്ന് പുറത്ത് കാണിക്കണം. അതിന് ചേഞ്ച് ഡിവൈഡഡ് ബൈ 2020 എമൗണ്ട് ഇൻറ്റു 100. പിന്നെ സെല്ലിങ് എക്സ്പെൻസസ് 2 വർഷത്തിൽ തന്നിട്ടുണ്ട്. ആ വ്യത്യാസം കാണുക. കൂടുകയാണ് ചെയ്തത്. അപ്പം +10. പിന്നെ 50% ഇൻക്രീസ് വന്നത്. പിന്നെ ഓഫീസ് എക്സ്പെൻസസും സെല്ലിങ് എക്സ്പെൻസസും കൂട്ടിയാൽ എന്ത് കിട്ടി? ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കിട്ടി. അപ്പോൾ 2 വർഷത്തിന് ടോട്ടൽ ഓഫീസ് എക്സ്പെൻസസ് കാണുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആണ് ഇവിടെ ഈ അമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് കാണിക്കേണ്ടത്. ഇവിടെ കൂടിയതുകൊണ്ട് +16. 32% അവിടെ ഇൻക്രീസ് വന്നത്. ഇനി ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓരോ വർഷത്തെയും ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ആ വർഷത്തെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇവിടെ 110 50 ലെസ് ചെയ്ത് 60 കിട്ടി. അതുപോലെ 120 66 ലെസ് ചെയ്തപ്പോൾ 54 കിട്ടി. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലെ അമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുമ്പോൾ ഇവിടെ 6 രൂപ കുറയാണ് ചെയ്തത്. 60 ഉള്ള 54 -6 വരും അവിടെ. പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് 10% അവിടെ കുറവ് വന്നിട്ടുള്ളത്. ഇത്രയാണ് കാൽക്കുലേഷൻസ്. ഇനി അതിന് ഇൻ്റർപ്രിട്ടേഷനാണ്. അതിൽ വരിക സെയിൽസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 20%. സെയിൽസ് ഇവിടെ 20% കൂടി 2021. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് 9% കൂടി. പിന്നെ അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 10% കുറവ് വന്നിട്ടുണ്ട്.